ഇത് ചങ്ങനാശ്ശേരി താലൂക്കിൽ കുറിച്ചി കൃഷിഭവനിൽപ്പെട്ട കവല ചാത്തങ്കേരി പാടശേഖരോ 20 വർഷത്തിന് മേളിലായിട്ട് ഞാനിവിടെ കൃഷി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ വർഷം മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. കൃഷി തുടങ്ങാൻ നേരത്തേക്ക് മന്ത്രിമാരെല്ലാം പറയും കൃഷി നെല്ല് കയറിയാൽ രണ്ടാമത്തെ ദിവസം നെല്ല് പോവും, ഉടനെ തന്നെ രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് പൈസ അക്കൗണ്ടിൽ വരുമെന്നാണ് പറയുന്നത്. ഇത് പ്രതീക്ഷിച്ചാൽ ഞങ്ങൾ കൃഷി ചെയ്യുന്ന നെല്ലിന് വില കേന്ദ്ര സർക്കാർ വില കൂട്ടുന്നുണ്ട്, പക്ഷേ സംസ്ഥാന സർക്കാർ അങ്ങ് കുറയ്ക്കുക വരാ. ഇതിപ്പോൾ കൂലിച്ചെലവ് കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഇത് നിർത്തിപ്പോകേണ്ട ഒരു സമയമായി. എല്ലാവരും ചെറിയ പാടങ്ങളെല്ലാം നിർത്തിപ്പോവുക. ഞങ്ങൾ ഈ വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ മിക്കവാറും ഒരുമാതിരിപ്പെട്ട കൃഷി നിർത്തുവാനാണ് തീരുമാനം. ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് തന്നെ കൊയ്തിട്ടിട്ട് 8 ദിവസം കഴിഞ്ഞു. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഈ പാടി ഓഫീസ് നമ്മൾ കൊയ്തിട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ വന്ന് പറയും ഒരു മില്ലുകാരെ ഇടപെടുത്തിയിട്ടുണ്ട്, അവർ വരും, നാളെ വരുമെന്ന് പറയും. പാടി ഓഫീസർ പറയും നാളെ വരുമെന്നുള്ള ആ മില്ലുകാരെ 3 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ആ 3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പാടി ഓഫീസർ പറയും നിങ്ങൾ ആ മില്ലുകാരൻ ഉഴപ്പാ, ഞാൻ വേറെ ഒരു മില്ലുകാരനെ പറഞ്ഞു വിടാമെന്നാണ് പറയുന്നത്. ആ വേറെ ഒരു മില്ലുകാരനും വരണമെങ്കിൽ ഈ 3 ദിവസം താമസമാണ്. ഇവരുടെ മെയിനായിട്ടുള്ള കണക്കൂട്ടിൽ ഒരു 15 ദിവസം ഇവിടെ കിടന്ന് ഉണങ്ങണം എന്നുള്ളതാണ്. ഈ ഉണങ്ങുന്ന ഈ 15 ദിവസം നമ്മൾ ഓരോ ദിവസവും മഴ പേടിച്ചായിരിക്കുന്നത്. ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു 10-12 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മഴയെ പേടിച്ച് പിന്നെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇത് തീർത്ത് പോകുമോ എന്നുള്ള പേടി കൊണ്ട് പിന്നെ എന്തും വരട്ടെ എന്നും പറഞ്ഞ് നമ്മളങ്ങ് കൊടുക്കുക. അവർ പറയുന്നത് നമ്മൾ അംഗീകരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാനസികാവസ്ഥ കൊണ്ട് എത്തിക്കുകയാണ് ഈ പാടി ഓഫീസറും ഈ മില്ലുകാരും ഏജന്റുമാരും കൂടി ചെയ്യുന്നതാണ്. ഓരോ വർഷവും നെല്ലിന് വില കൂടുക എന്ന് പറയുമ്പോൾ കൂലിച്ചെലവ് കൂടുക, അതായത് തൊഴിലാളികൾ കൂലി കൂട്ടുക. അന്നേരപ്പം ഇതിപ്പം ചുമടാണെങ്കിൽ തന്നെ 180 രൂപയ്ക്ക് മേളിൽ കൊടുക്കണം ഇത് ചുമത്തുനിന്ന് കയറ്റുന്നതിന്. ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ പോവുക. എല്ലാ സർക്കാർ വന്നേച്ച് പറയും അടുത്ത വർഷം പോലെ എല്ലാ കാര്യങ്ങളും ക്ലിയറാണ്, നിങ്ങളുടെ പൈസയും റെഡിയാണ്, പിറ്റേ ദിവസം നിങ്ങൾക്ക് പൈസ തരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാമെന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു ഭാഗം കാണുന്നില്ല. ഇനിയിപ്പോൾ ഇത് കൊടുത്താൽ തന്നെ ഈ PRS എന്ന് എഴുതുമെന്ന് അറിയത്തില്ല. എഴുതി കഴിഞ്ഞാൽ അത് ബാങ്കിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോഴേ അവർ വിളിക്കും നമ്മളെ. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്താണ് നമുക്ക് ലോണായിട്ട് പൈസ തരുന്നത്. ഈ കൃഷി നിന്ന് പോകേണ്ട ഒരു സമയമായി. ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയായി കൃഷി ചെയ്തേക്കുന്നത്. അതും കടം വാങ്ങിച്ചും പണയപ്പെടുത്തിയൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഈ പറയുന്നവർക്ക് പറയുന്ന സമയത്ത് പൈസ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ടല്ലോ. ഈ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുകയില്ലാത്ത ഒരു കാലാവസ്ഥയിലോട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. വിതച്ച് കഴിഞ്ഞപ്പം തന്നെ മട വീണതിനെ അതേ ജീവിച്ച് വളർത്തിക്കൊണ്ടുവന്ന് ഈ പരുവാക്കി എടുത്തിട്ടും അതിന് ഒരു നടപടി ഉണ്ടാകുന്നില്ല. നമ്മൾ ഈ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ ഉള്ള നെല്ല് വിറ്റോ കടം മേടിച്ച് അടയ്ക്കാൻ പറ്റാതെയോ ഒക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മില്ലുകാർ പോലും ഇതുവരെയും നമുക്ക് എത്തിയിട്ടില്ല. എത്തുന്നത് തന്നെ അവർ പറയുന്ന കിഴിവുകൾ കൊടുക്കാൻ തയ്യാറായാൽ പോലും എങ്ങനെയെങ്കിലും ഇത് ഇവിടുന്ന് പോകട്ടെ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതുപോലും നടപടിയിലേക്ക് വരുന്നില്ല. PRS എഴുതി കിട്ടത്തില്ല, പൈസ എന്തെങ്കിലും കിട്ടുന്നത്. ആ രീതിയിലുള്ള ചിന്ത വരുന്ന കാരണം കർഷകർ മുന്നോട്ട് കൃഷി ചെയ്യണോ വേണ്ടിയോ എന്ന് പോലും ആലോചിച്ചുകൊണ്ടിരിക്കും.